ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ത്യൻ മണ്ണിൽ എന്ത് വില കൊടുത്തും കുംഭമേള തടയും എന്ന് പറഞ്ഞ് കുറെ മുസ്ലിം പുരോഹിതർ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. എന്താണ് അവരുടെ പ്രശ്നം? അവരുടെ എല്ലാ ആഘോഷങ്ങളും ആചാരങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഹജ്ജും തീർത്ഥാടനവും ബലി കഴിപ്പിക്കലും ഒക്കെ ഈ നാട്ടിൽ അവർക്ക് പറ്റണം. പക്ഷേ അവർക്ക് പറ്റാത്തത് കാഫിറുകളുടെ ആഘോഷമാണ്. അതവർക്ക് പറ്റില്ല, അതവർക്ക് കണ്ടു നിൽക്കാൻ തന്നെ കഴിയില്ല. അതുകൊണ്ടാണ് ഗണേശോത്സവത്തോടനുബന്ധിച്ചിട്ടും അതുപോലെ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ചിട്ടും ഒക്കെ ഇവരോരോ അട്ടഹാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നത്. പ്രശ്നങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് പൂഞ്ഞാറില് കുർബാനയ്ക്കിടയിൽ പള്ളി കോമ്പൗണ്ടിലേക്ക് ഇരച്ചു കയറിയ 10-22 പേരോളം കുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഇവരെ വണ്ടിയും കൊണ്ടുവന്ന് പ്രശ്നമുണ്ടാക്കി, റേസ് ചെയ്തു, ബഹളമുണ്ടാക്കി, അവരുടെ കുർബാനയ്ക്ക് തടസ്സം സൃഷ്ടിച്ചു. അതൊക്കെ ഇവർക്ക് സന്തോഷമാണ്. ഒടുവിൽ സഹവൈദികൻ ഇറങ്ങി വന്ന് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോകണം, ഞങ്ങളുടെ ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ കയള് ഇടിച്ച് തള്ളിയിട്ടു. വീണ്ടും അയാളുടെ ദേഹത്ത് കറുകീറ്റി കൊല്ലാൻ ശ്രമിച്ചു. ഇതൊക്കെ കാണുമ്പോൾ ആകാശത്തിൽ നിന്ന് സന്തോഷത്തോടു കൂടി കൈവിട്ടിച്ചിരിക്കുന്ന പഠിച്ചു മലക്കെ അവനൊരു ഊറിയ കൂടെ കൂടുതൽ കൊടുത്തേക്കടാന്നൊക്കെ പറയും. അതെന്താ? ചൂതിരിട്ടൊരു പണി കൊടുത്തിട്ടല്ലേടാ അവൻ ചത്തിട്ട് ഇങ്ങോട്ട് വന്നത്. ഒന്ന് കൊടുത്തേക്ക്, ഞാനല്ലേ പറയുന്നത്. ചിപ്പിക്കകത്ത് എത്ര ഹൂറികളാണ് നടുവും വളഞ്ഞ് ഒടിഞ്ഞു മടങ്ങിയിരിക്കുന്നത്. കൊടുത്തേക്ക്, തുറന്നു വിട്. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഇരുമ്പ് നിക്കറിട്ടിട്ട് പൊട്ടിത്തെറിക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. ശരി, ഇവർക്ക് അമുസ്ലിങ്ങളുടെ ആരാധനകൾ എന്ന് പറഞ്ഞാൽ കുരുക്കൾ പൊട്ടും. അപ്പൊ മഹാകുംഭമേളയിൽ UP-യിലായതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ കുരുക്കളൊന്നും പൊട്ടാത്തത്, കേരളക്കരയിൽ നിന്നും പ്രത്യേകിച്ച്. കാരണം യോഗിയോട് ഇവരുടെ ഒരു പണിയും നടക്കില്ല. യോഗി ആദിത്യനാഥ് ആണൊരുത്തനായതുകൊണ്ട്, വേറെ ആരും പെണ്ണാണെന്നല്ല ഇവിടെ പറഞ്ഞത്, അയാൾക്കറിയാം. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അയാൾക്ക് കിട്ടിയിരിക്കുന്ന സകലമാന നിയമത്തിന്റെ പഴുതുകളും അയാൾ ഉപയോഗിക്കും. അധികാര പരിധിക്കകത്ത് നിന്നിട്ട് എന്ത് ചെയ്യാമോ അതൊക്കെ ചെയ്യും. അങ്ങനെ പുരോഗമിച്ച് കൊണ്ടിരിക്കുന്ന ഒരു നാട് കൂടിയാണ് UP. കുംഭമേള തട. എന്താണ് ഇവരുടെ പ്രശ്നം? ലക്ഷക്കണക്കിന് ആളുകളല്ലേ ഇസ്ലാം മതത്തിൽ നിന്നും ഹിന്ദു മതം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കും. നമുക്കത് സഹിക്കാൻ പറ്റുമോ? കത്തെഴുതി കൊടുത്തു, ഞങ്ങളുടെ ഇസ്ലാം മതം തകർന്നുകൊണ്ടിരിക്കുന്ന കുംഭമേളയാകുമ്പോഴത്തേക്കിനും മൊത്തം തകരും, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഒരുപാട് മുസ്ലിങ്ങളാണ് കച്ച കെട്ടി പുറപ്പെടാൻ പോകുന്നത് ഹിന്ദു മതത്തിലേക്ക്, സനാതന ധർമ്മം സ്വീകരിക്കാൻ നിങ്ങൾ തടയണം. യോഗി ആദിത്യനാഥിനാണ് കത്തെഴുതിയത്. അയാളത് കണ്ടുമില്ല. അത് കഴിഞ്ഞിട്ട് എറിക്കുന്നില്ല. യോഗിയാണ്, ഒരു ചലനവുമില്ല. അയാൾ കെങ്കേമമായിട്ടുള്ള പരിപാടികളും പ്രത്യേകമായിട്ടുള്ള ട്രെയിൻ സർവീസുകൾ, ഫ്ലൈറ്റ് സർവീസുകൾ, ബസ് സർവീസുകൾ, അവർക്ക് വേണ്ടുന്ന ആംബുലൻസ്, ഫസ്റ്റ് എയ്ഡ് സൗകര്യങ്ങൾ, ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ബറേൽവി കാക്കാക്ക് സഹിക്കുന്നില്ല. കാക്ക പിന്നെയും അടുത്ത പ്രസ്താവനയുമായിട്ട് പറഞ്ഞു, ഇത് വഖഫ് ഭൂമിയാണ്. നിങ്ങൾ മഹാകുംഭമേള നടത്താൻ പോകുന്ന ഭൂമിയുണ്ടല്ലോ, പടച്ചോന്റെ ഭൂമിയാണ് എന്ന് പറഞ്ഞിട്ട് വന്നു. സ്വാമിമാര് വെറുതെ വിടുവോ? സ്വാമിമാരെ ഇട്ടിട്ട് കാക്കമാരെ അലക്കാത്തത് ഭാഗ്യം. അള്ളാഹുവിന് ദാനം കിട്ടിയ ഭൂമിയിൽ നിങ്ങളുടെ കുംഭമേള നടക്കുന്നതൊന്ന് കാണണമെന്ന് കാക്ക. കുംഭമേള നടക്കുന്നത് പ്രയാഗ്രാജിലെ വഖഫ് ഭൂമിയിലാണത്രേ. മുസ്ലിം പുരോഹിതന്റെ വാദം വലിയ രൂപത്തിൽ വിവാദങ്ങളിലായി. ഇവരുടെ ലക്ഷ്യം അത് തന്നെയാണ്, വിവാദങ്ങളിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചിരിക്കുകയാണ് ഹിന്ദു സന്യാസിമാർ. ഹിന്ദുക്കളും മുസ്ലിങ്ങളെ പോലെ തന്നെ ഹൃദയ വിശാലത കാണിക്കണമെന്നും മുസ്ലിങ്ങളെ മേളയിൽ സ്റ്റാളുകൾ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നും അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് മൗലാന ഷഹാബുദ്ദീൻ റസ്വി ബറേൽവി ആവശ്യപ്പെടുന്നു. ഹിന്ദുക്കൾക്ക് അവരവരുടേതായിട്ടുള്ള ആചാരങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണോ അല്ലേ, നിങ്ങൾക്ക് സ്റ്റാളുകൾ തുറക്കണോ അല്ലേ, കടകൾ തുറക്കണോ അല്ലേ, നിങ്ങൾക്ക് അതൊക്കെ കാണണം, ആസ്വദിക്കണം, കച്ചവടമൊക്കെ നിങ്ങൾക്ക്. കാരണം ഹിന്ദുക്കളുടെ പണമാണല്ലോ നമ്മുടെ ഖജനാവിലേക്ക് വരുന്നത്. ഇപ്പം ഇവിടെയൊക്കെ കച്ചവട താല്പര്യം തന്നെയാണ് കേട്ടോ. അല്ല, ഹിന്ദുക്കളുടെ ആരാധനാ സാധനങ്ങളൊന്നും വിൽക്കരുത് എന്നൊക്കെ മുമ്പ് കുറെ ഫത്വയൊക്കെ വന്നിരുന്നേ, അതുകൊണ്ട് ചോദിച്ചത് മതവിധി. ഇനി മുസ്ലിം സമുദായം ഈ ഭൂമി ഹിന്ദുക്കൾക്ക് സൗജന്യമായിട്ട് നൽകിയതാണെന്നും അയാൾ അവകാശപ്പെടുന്ന വീഡിയോ സന്ദേശമാണ് വിവാദമായത്. കൊടുത്തു കഴിഞ്ഞില്ലേ? ഇനി വഖഫ് ഭൂമി ആണെങ്കിൽ പോലും നിങ്ങൾ കൊടുത്തു, അവർ വാങ്ങി കഴിഞ്ഞു കാര്യം. ഇനിയും ഇത് മുസ്ലിങ്ങളുടെ ഭൂമിയായിരുന്നത് കൊണ്ടും അള്ളാഹുവിന്റെ പേരിൽ വഖഫായിരുന്നത് കൊണ്ടും
ഞങ്ങൾക്കും അവിടെ കച്ചവടം ചെയ്യണമെന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? അള്ളാഹുവിന്റെ പേരിൽ ഒരു വ്യക്തി വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് നിങ്ങൾക്ക് അതിന് ദാനം ചെയ്യാനോ വിൽക്കാനോ എങ്ങനെയാ പറ്റുക? ലൈഫ് ടൈം ഇത് പടച്ചവന്റെ മാർഗത്തിലല്ലേ പറ്റുള്ളൂ. വഖഫ് ഭൂമിയാണ് എന്ന വാദം പൊളിഞ്ഞു. ജനുവരി 13 ആരംഭിക്കാനിരിക്കുന്ന കുംഭമേളയ്ക്കായി വഖഫ് ഭൂമി വിനിയോഗിക്കുന്നതിൽ വിദ്വേഷം പ്രകടിപ്പിക്കാത്തത് ഉൾപ്പെടെയുള്ള വിശാല ഹൃദയമാണ് മുസ്ലിങ്ങൾ എപ്പോഴും പ്രകടിപ്പിക്കുന്നത് എന്നാണ് അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞത്. മൗലാന ഷഹാബുദ്ദീൻ റസ്വി ബറേലവി ഈ പറഞ്ഞതിൽ ഏറ്റവും വലിയ അസഹിഷ്ണുത. മുസ്ലിങ്ങളെ കൂടി അതിനകത്തിട്ട് ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാനേ. നിങ്ങൾ ഇരിക്കണത് വഖഫ് ഭൂമിയിലല്ലേ, അല്ലെങ്കിൽ കുംഭമേള അങ്ങ് നിർത്തി വെച്ചേക്ക്. അപ്പൊ യോഗി ആണോ നിർത്തി വെക്കണോ? അല്ല, എന്താണ് താങ്കൾ പറയുന്നത്? പറയൂ പറയൂ പറയൂ. അപ്പോ സർ, യോഗി കുംഭമേള അങ്ങ് നിർത്തിവെക്കൂ. അല്ല, എന്താണ് കാര്യം? എന്താണ്? ഞങ്ങളുടെ ആരാധനയെ ബാധിക്കുന്നു. എന്നിട്ട് അത് കുറച്ച് ആളുകൾ, കുറച്ചെന്ന് പറഞ്ഞാൽ 50 ലക്ഷം ആളുകൾ, അവരെന്ത് ചെയ്യുന്നു? 50,000 അത്ര ആളുകളെ സനാതനധർമ്മം സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണെന്നേ. 50,000 ആളുകളും 50,000 കുടുംബം, 50,000 കുടുംബം. ശരിയെന്നാ. അതിനിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 50,000 ആളുകൾ നിങ്ങളുടെ സനാതനധർമ്മത്തിലേക്കൊന്നും ഞങ്ങളുടെ ഇസ്ലാം തകർന്നു പോകത്തില്ലേ? അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ കുംഭമേള നിർത്തി വെക്കണം. ശരിയെന്നാ. 47 കോടി രൂപ ചെലവഴിച്ച് ഞങ്ങൾ ഇതൊക്കെ ചെയ്തതാണല്ലോ. ശരി, ഉത്തരവ് പോലെ കാക്ക സമാധാനമായിട്ട് പോയിന്ന് ഉറങ്ങിക്കോ, കാക്ക ഇനി കുംഭമേളയില്ല എന്ന് യോഗി പറയുമെന്നാണ് ഇവർ വിചാരിച്ചത്. നടന്നില്ല. ഇവർക്കതിനകത്ത് സ്റ്റാളുകൾ ഇടണം, കച്ചവടം ചെയ്യണം. മഹാകുംഭമേളയ്ക്കകത്ത് ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തണം. കാഫിറുകൾ ചെയ്യുന്ന ആഘോഷങ്ങൾ എന്തിനാണ് കാക്ക നിങ്ങൾ വലിഞ്ഞു കയറുന്നത്? അവർ നിങ്ങൾ കയറണ്ടെന്ന് പറഞ്ഞ് പടിയടച്ച് പിണ്ടം വെച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒഴിഞ്ഞു കയറണമെന്ന് എന്താണ് കാക്ക എത്ര നിർബന്ധം? കുംഭമേളയിൽ നിന്ന് മുസ്ലിങ്ങൾ വിട്ടുനിൽക്കണമെന്ന് ആവർത്തിച്ച് ആഹ്വാനം ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. എല്ലാ വട്ടന്മാരാ പരസ്പര വിരുദ്ധം. ഒരിക്കൽ പറയുന്നു ഞങ്ങൾക്ക് അതിനകത്ത് കയറണം, സ്റ്റാളുകളിൽ കയറണം, ഞങ്ങൾക്ക് കച്ചവടം ചെയ്യണം, ഞങ്ങളെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തണം, ഇത് വഖഫ് ഭൂമിയാണല്ലോ, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമിയൊന്നും അല്ലല്ലോ. പിന്നെ മുസ്ലിങ്ങളോട് പറയണം മര്യാദയ്ക്ക് കുംഭമേളയിൽ നിന്ന് വിട്ടു നിന്നോട്ടാ. പിന്നെ ആർക്ക് കച്ചവടം ചെയ്യേണ്ടത്? മുസ്ലിങ്ങളുടെ പ്രവേശനം നിരോധിക്കണമെന്ന് മാത്രമല്ല, സനാതന ധർമ്മത്തിൽ വിശ്വസിക്കാത്ത ആർക്കും ഈ പ്രദേശത്ത് സ്റ്റാളുകൾ സ്ഥാപിക്കാൻ അനുമതി നൽകരുത് എന്ന് അഖിലേന്ത്യാ അഖാര പരിഷത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് ഒരു ബിസിനസ്സും അവിടെ വേണ്ട, അതൊക്കെ അവർക്ക് ഹറാമാണ്. ഒരു ഭക്തരോടും പറഞ്ഞിട്ടുണ്ട് മുസ്ലിങ്ങൾ ബിസിനസ് അതിനകത്ത് നടത്തണ്ട. ബറേലവിയുടെ വീഡിയോ സന്ദേശത്തിലും പറയുന്നുണ്ടത്. മുസ്ലിങ്ങൾ കയറണ്ട അതിനകത്തേക്ക്, മുസ്ലിങ്ങളോട് കയറണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് യോഗിയോട് കത്തെഴുതി കൊടുക്കാൻ ഞങ്ങളെ കൂടെ ഒന്ന് കയറ്റുമോ സ്റ്റാളുകളിടാൻ? ഇടുങ്ങിയ ചിന്താഗതിയുള്ളവരാണ് ഇവര്. ഇവർക്ക് എപ്പോഴും റിജിഡായിട്ടുള്ള മാനസികാവസ്ഥയാണ്. മുസ്ലിങ്ങൾ കാണിച്ച അതേ ഹൃദയവിശാലത ഹിന്ദുക്കളും പ്രകടിപ്പിക്കണം. എങ്ങനെ നിങ്ങളുടെ ഹജ്ജ് സന്ദർഭങ്ങളിലൊക്കെ ഹിന്ദുക്കളെ അതിനകത്തേക്ക് കയറ്റുന്നുണ്ടോ? കുംഭമേളയ്ക്ക് ഉപയോഗിക്കുന്ന വഖഫ് ഭൂമിയെ കുറിച്ചിട്ട് മുസ്ലിങ്ങൾ എതിർപ്പൊന്നും ഉന്നയിച്ചിട്ടില്ല. എങ്ങനെ ഉന്നയിക്കുന്നത്? നിങ്ങൾ കൊടുത്തു കഴിഞ്ഞില്ലേ? ഇനി വഖഫ് ഭൂമിയാണെങ്കിൽ പോലും അതിനെതിരെ സ്വാമിമാരും പ്രതികരിക്കാതെ നമുക്കറിയത്തില്ല എൻ്റെ സത്യാവസ്ഥ. BJP നേതാവ് അമിത് മാളവ്യ മുസ്ലിം പുരോഹിതന്റെ വീഡിയോയ്ക്ക് എക്സ്പോസ്റ്റ് ചെയ്യുകയും കൃത്യമായ രൂപത്തിൽ മറുപടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തത്. മുസ്ലിം പുരോഹിതർക്ക് വഖഫ് നിയമം ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കുംഭമേള നടക്കുന്ന സ്ഥലം ഗംഗാമാതാവിൻ്റെതാണെന്നും മുസ്ലിം പുരോഹിതന്റെ മാനസിക നിലയ്ക്ക് പ്രശ്നമുണ്ടെന്നുമാണ് രവീന്ദ്രപുരി മഹാരാജ് പറഞ്ഞത്. ഇത് വഖഫ് ഭൂമിയാണെന്നുള്ളത് നിങ്ങൾക്ക് തെളിവെന്താ? ഇല്ല. മറിച്ച് ഇത് ഗംഗാമാതാവിന്റെ ഭൂമിയാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ തെളിവുമായിട്ട് സ്വാമിമാര് വന്നു. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയ്ക്ക് തകരാറുണ്ട്, ഒരു നല്ല ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കണമെന്നാണ് അവർ പറഞ്ഞത്. മഹാമുനിമാർ ഞങ്ങളുടെ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്, അവർക്ക് അദ്ദേഹത്തിന് ചികിത്സ നൽകാൻ പറ്റും. ഈ ഭൂമി മുഴുവനും ഗംഗാമാതാവിൻ്റെതാണ്. ഇത്തരം പരാമർശങ്ങളിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കണം. ഇത്തരം പ്രസ്താവനകൾ നടത്തരുത്, അവരുടെ പരിധിക്കുള്ളിൽ നിൽക്കണമെന്നും രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ഒഴിവാക്കണമെന്നും ഞാൻ അദ്ദേഹത്തെ ഉപദേശിക്കുന്നുവെന്ന് സ്വാമി പറഞ്ഞു. ആത്മീയ നേതാവ് സ്വാമി ദീപാങ്കർ മുസ്ലിം പുരോഹിതന്റെ പരാമർശങ്ങളിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ഇത്തരം പ്രസ്താവനകൾ മേലിൽ നടത്തരുത് എന്ന് ഒഴിവാക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ ഭൂമി ഞങ്ങളുടേതാണ്, ആ ഭൂമി ഞങ്ങളുടേതാണ്. ഈ അവകാശപ്പെടുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ആശ്ചര്യപ്പെടുത്തുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നു. രണ്ട് മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാൻ അത് കാരണമാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതാണ് കോൺഗ്രസ് സർക്കാർ നൽകിയത്. ഒന്ന് ആരാധനാ നിയമത്തിലൂടെയും മറ്റൊന്ന് വഖഫ് ബോർഡിലൂടെയും. ഇനിയും എത്ര നാള് നിങ്ങൾ വരുത്തും?
ലോകത്തിൻ്റെ ഏറ്റവും വലിയ സമ്മേളനമായ കുംഭമേള അടുത്തു വരികയാണ്. അത്തരമൊരു വിശുദ്ധ സമയത്ത് ഇത്തരം പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് അദ്ദേഹം ഉപദേശിച്ചു പറയും. ഒരേ സമയത്ത് തന്നെ യോഗിയോട് മുസ്ലിങ്ങൾക്ക് സ്റ്റാളുകൾ ഇടാൻ അനുവാദം നൽകണമെന്ന് പറയുകയും അതേ സമയത്ത് വിശ്വാസികളോട് മഹാകുംഭമേളയുടെ അടുത്തേക്ക് നിങ്ങൾ അടുത്ത് പോകരുത് എന്ന് പറയുകയും ചെയ്യുന്നതിന് നമ്മുടെ നാട്ടിൽ മാനസിക വിഭ്രാന്തി എന്ന് പറയുക. വലിയ ഹിന്ദുക്കളുടെ ഒരു ആഘോഷം നടക്കുമ്പോൾ ഇയാക്കി ഇരുന്നിട്ട് ഇരിപ്പ് വരുന്നില്ല. ബേക്കിളിയാണ് ബേക്കിളി. നന്ദി.